കർഷകർക്ക് വൻ തിരിച്ചടിയായി ഏലക്കായയുടെ വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മഴക്കുറവ്. മൺസൂൺ കാലത്ത് 17 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവേണ്ട അന്തരീക്ഷ താപനില ഇപ്പോൾ 23 മുതൽ 26 ഡിഗ്രി വരെയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഇത് ഏലം കൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയാണെന്നും കൃഷിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാണെന്നുമാണ് കർഷകരുടെ വാദം. ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും മലയോര മേഖലയിൽ മൺസൂൺ മഴ ഗണ്യമായി കുറഞ്ഞത് ഏലം കാർഷിക മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിലുള്ള രോഗങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇത് കൃഷിയെയും ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതും ഇതിനെ പ്രതിരോധിക്കുവാൻ തുടർച്ചയായി കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരുന്നതും കർഷകർക്ക് വലിയ സാമ്പത്തിക ചെലവിന് കാരണമാകുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഇത് വലിയ മാറ്റമാണിപ്പോൾ ഈ നമ്മുടെ ഏലം കൃഷിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കായ പിടിക്കുന്നില്ല, പൂ തന്നെ കൊഴിഞ്ഞു പോവുകയാണ്. പൂ വിരിയും, അത് കൊഴിഞ്ഞു പോകും. ഒരു ചെടിയിൽ പോലും ശരിയായ വിധത്തിലുള്ള ഒരു കാപിടുത്തം ഇതുവരെ ഈ സീസണിൽ ഉണ്ടായിട്ടില്ല. ആദ്യം മെയ് മാസത്തിൽ കുറച്ച് മഴയൊക്കെ കിട്ടി, കുറച്ച് കായൊക്കെ പിടിച്ചെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ശരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വലിയ വേദന തോന്നുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഒരു ശരത്തിലും അവിടെ എവിടെയായി കൊത്തിൽ അവിടെ എവിടെയായി ഓരോ കായയെ മാത്രമേ ഇതുവരെ പിടിച്ചിട്ടുള്ളൂ. മാത്രമല്ല, ഈ പെസ്റ്റ് അറ്റാക്ക്, ഈ മഴക്കുറവ് മൂലം ഉണ്ടാകുന്ന പെസ്റ്റ് അറ്റാക്ക് അതിരൂക്ഷമാണ്. ത്രിപ്സ് വല്ലാതെ പെരുകുന്നു, ബോറർ കണ്ടുവാനും വർദ്ധിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കൃഷി ചെലവ് അതിഭയങ്കരമായി വർദ്ധിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു നല്ല വിലയൊക്കെ ഉള്ള ഒരു സീസൺ ആയിരുന്നതുകൊണ്ട് നല്ലപോലെ ഇൻപുട്സ് എല്ലാം കൊടുത്ത് ഈ വർഷം ഒരു മികച്ച ക്രോപ്പ് എടുക്കാം എന്ന പ്രതീക്ഷയിൽ ജോലി കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കാലാവസ്ഥ വ്യതിയാനം നമ്മളെ ഇപ്പോൾ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. സ്പൈസസ് ബോർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.